we have achieved 100% of literacy, a low infant mortality rate, the highest life expectancy, and we are the first state in India to eradicate the extreme poverty. Sir, Kerala is also the first digital state in India and the first state to declare the internet as a basic right. Sir, that is why Rajdeep Sardesai, who is a... നമസ്കാരം. ഒരു CPM-ന്റെ നേതാവായ റഹീം രാജ്യസഭയിൽ മാത്രമല്ല ചാനൽ ചർച്ചകളിൽ പോലും എപ്പോഴും എയറിലാണ്. രാജ്യസഭയിലൊക്കെ ബില്ലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്നത് CPM തന്നെ കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ PR ടീമുകൾ എഴുതി കൊടുക്കുന്നതാണ് റഹീം പറയുന്നത്. അവരാണെങ്കിൽ നല്ല കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകൾ എഴുതി കൊടുക്കുമ്പോൾ റഹീമിന് അത് പറയാൻ പറ്റില്ല. പല സമയങ്ങളിലും റഹീം സുരേഷ് ഗോപിയെ അനുകരിക്കുന്ന ഒരു രീതിയാണ്. സുരേഷ് ഗോപിയുടെ അതേ മോഡൽ കോപ്പി അടിച്ചുകൊണ്ട് പാർലമെന്റിൽ പറയാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അവസാനം കയ്യിൽ നിന്ന് പോകാറുമുണ്ട്. ഇത്തവണയും റഹീമിൻ്റെ ഇംഗ്ലീഷ് കേട്ട് സ്പീക്കർ തന്നെ പലപ്പോഴായി തലയിൽ കൈവയ്ക്കാറുണ്ട്. സ്പീക്കർ തന്നെ വായും പൊടിച്ച് നിൽക്കാറുണ്ട്. അതായത് ഇത് എന്ത് ഇംഗ്ലീഷാണെന്ന് സ്പീക്കർക്കും മനസ്സിലാവില്ല, CPM-ലെ MP-മാർക്കും മനസ്സിലാവില്ല, മറ്റ് നേതാക്കൾക്കും മനസ്സിലാവില്ല. ആ രാജ്യസഭയിൽ ഇരിക്കുന്നവർ തന്നെ കുറച്ചു നേരം വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യവും അത് തന്നെയാണ്. ആരോ എഴുതി കൊടുത്ത സാധനം അതേപോലെ നോക്കി വായിക്കാൻ പോലും റഹീമിന് അറിഞ്ഞുകൂടാ എന്നതാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിലൊക്കെ ഇംഗ്ലീഷൊക്കെ ഈ ജർമ്മൻ സാഹിബിനെയൊക്കെ പോലെ പറയാനൊക്കെ ശ്രമിച്ചുവെങ്കിലും അവസാനം കയ്യിൽ നിന്ന് പോയി. ഒടുവിൽ റഹീം എന്ത് ചെയ്തു? ആ പേപ്പർ അങ്ങ് ചുരുട്ടിക്കൂട്ടി കളഞ്ഞിട്ട് മലയാള ഭാഷയിൽ അങ്ങ് പറഞ്ഞു. സ്പീക്കർക്കാണെങ്കിൽ മലയാളം കുറച്ച് അറിയാമെങ്കിലും റഹീമിൻ്റെ ഭാഷ അപ്പോഴും ആർക്കും മനസ്സിലായില്ല. അവസാനം തന്നെ സ്പീക്കർക്ക് മനസ്സിലായി ഈ റഹീമിനെ കൊണ്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. റഹീം അവസാനം സ്പീക്കർ തന്നെ ബെല്ലടിച്ചു, സമയം കഴിഞ്ഞു, അവിടെ ഈരി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും മനസ്സിലാവുന്നില്ല. അവസാനം ഈ റഹീമിൻ്റെ ഒരു വാക്കുണ്ട്. റഹീം എന്ത് പറഞ്ഞു തുടങ്ങിയാലും എന്ത് അവസാനിപ്പിച്ചാലും ഇടയ്ക്കൊരു വാക്ക് ചേർക്കും. സർ 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 ഇന്ന് കേരളം എന്താണോ കാണുന്നത് അതാണ് നാളെ ഇന്ത്യ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാളെ നരേന്ദ്രമോദി ചിന്തിക്കുന്നത് എന്നൊക്കെ ഈ പിണറായി വിജയനെ സോപ്പിട്ടടിക്കാനും അതോടൊപ്പം തന്നെ CPM എന്ന ഈ ടുക്കറ പാർട്ടിയെ സോപ്പിട്ടടിക്കാനും മാത്രമേ റഹീമിന് അന്നും ഇന്നും അറിയുള്ളൂ. എന്തെങ്കിലും ഒരു പേപ്പർ എടുത്ത് കൊടുത്താൽ അതിലുള്ളത് നോക്കി വായിക്കാനും പറഞ്ഞാൽ പോലും റഹീം അവിടെ കിടന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ഒരു കാഴ്ച ഇപ്പോൾ രാജ്യസഭയിലുണ്ടായി. നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. ജയ് ബാംഗ്ല. जो विषय किसी प्रदेश का नाम लेकर आरोपित किए गए हैं उनको यहां पर दर्ज नहीं किया जाएगा. किसी भी प्रदेश को आप बगैर तथ्य के आरोपित नहीं कर सकते. नेक्स्ट स्पीकर माननीय सदस्य श्री A रहीम will speak in Malayalam. Sir, thank you, sir. Thank you for this opportunity. Sir, this is the Rajya Sabha, the Council of State. Sir, I am representing the state of Kerala. We have achieved 100% of literacy, a low infant mortality rate, the highest life expectancy, and we are the first state in India to eradicate the extreme poverty. Sir, Kerala is also the first digital state in India and the first state to declare the internet as a basic right. Sir, that is why Rajdeep Sardesai, who is a veteran journalist, eminent journalist, once said, what Kerala thinks today, India thinks tomorrow. Sir, but in this Council of States, Rajya Sabha, we are forced to expose the political vendetta and the discrimination against Kerala by the union government. Sir, the state of Kerala experienced the most worst landslide in its history on 30th July 2024, the Wayanad incident. The state government submitted a post-disaster requirement of 2,221 crore. However, even after 1.5 years, the union government has announced the release of only 260 crores, sir. Sir, which is merely 11% of the assessed needs. Sir, this is the reality. Why this discrimination against Kerala? Without providing adequate assistance, the government has instead released 529 crore as loan.
Sir, you come to under the National Food Security Act an amount of 22 crore, 12 lakhs 83,000 has not yet been allocated to Kerala as assistance to state agencies. Sir, the Kerala lottery is an employment generator for thousands of marginalized and distressed people. Sir, including senior citizens. Sir, the union government has decided to increase the GST on Kerala lottery from 28% to 40%. This will severely affect poor lottery agents and causes a decrease of 2,000 crore in the non-tax revenue of Kerala. Sir, I would like to point out another instance of discrimination against Kerala. Kerala is the only one state in India that has been forced to spend a huge amount. That means 6,000 crore for the development of national highway. What has the union government done? This amount has also been, I am going to conclude, sir, include in Kerala's borrowing limit. Sir, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? സർ, 2 പിണറായി സർക്കാരുകൾ കേരളം ഭരിച്ചു. ആദ്യത്തെ പിണറായി ഗവൺമെന്റിന് ശേഷം രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് എന്ന സർ ഗോയിങ് ടു കൺക്ലൂഡ് ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് BJP നേതാക്കൾ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ യഥേഷ്ടം ഞങ്ങൾ ഉറപ്പു പറഞ്ഞ വെൽഫെയർ മെക്കാനിസം അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ, ഡെവലപ്മെന്റ് അതുപോലെ തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ ജനപ്രീതി കഴിയുമെന്നും BJPക്ക് ഒരിക്കലും അവിടേക്ക് കയറി വരാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർ ബോധപൂർവമായി ഒരു പൊളിറ്റിക്കൽ പാക്കേജായി കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം, കോൺഗ്രസിന്റെ എംപിമാർ അതിനെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല. അവർ ഒരുമിച്ചു നിന്ന് കേരളം മുടിഞ്ഞു പോകട്ടെ, തകർന്നു പോകട്ടെ എന്ന് കരുതുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പ് പറയുന്നു, എത്ര നിങ്ങൾ ഞെക്കി ജനിക്കിയാലും ജനങ്ങൾക്ക് കൊടുത്ത മുഴുവൻ വാഗ്ദാനങ്ങളും ഞങ്ങൾ പാലിക്കും.